ഹലോ വെൽക്കം ബാക്ക് ടു ലിജീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ കറിയൊന്നും കൂടാതെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കിടുവായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയുടെ തവിടൊക്കെ ഇല്ല, ഉമിയൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ നല്ല സ്മൂത്തായ പൊടിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ട് എൻ്റെ ഈ ഗോതമ്പ് പൊടിയിൽ ഇത് ജസ്റ്റ് അതിൻ്റെ ഇതെല്ലാം ഉണ്ട്, എന്താ പറയുക, നമ്മൾ കച്ചറ എന്ന് പറയുക, അല്ലെങ്കിൽ തവിടുണ്ടാവില്ല, അതുണ്ട്. അപ്പോൾ അത് അഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആ ബട്ടർ അതിൻ്റെ എല്ലാ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടാകാൻ വേണ്ടി ശ്രമിക്കുക. ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. 2 സ്പൂൺ ഓയിൽ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിനയില, മിൻറ്റ് ലീഫ്, അത് പുതിനയില ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ്. പക്ഷെ അതിൻ്റെ സ്മെല്ലാണ് ഇതിനൊരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കുക അതേപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓവറായിട്ട് വെള്ളമൊന്നും വേണ്ട. നിങ്ങൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന പൊടിക്കനുസരിച്ചായിരിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ എനിക്കൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കറക്റ്റ് എങ്ങനെ മനസ്സിലാവുന്നത് വെച്ചാൽ നമ്മൾ കുഴച്ചിട്ട് മാവ് കണ്ട് ഇത് എവിടെയും പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോഴേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിന് മുന്നേ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഞാൻ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എളുപ്പമാണ്. എങ്ങനെ രാത്രി ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇപ്പം ഞാനൊരു 1/4 മണിക്കൂർ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് രാത്രിയാണെങ്കിൽ ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ടുള്ള കണ്ടെയ്നർ വെച്ച് മൂടിയിട്ട് ഇതുപോലെ രാവിലെ ഇപ്പോൾ എടുത്താൽ മതി. ഞാനിപ്പോൾ 3/4 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ചൊരു ഹാർഡായിരിക്കും, കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതല്ലേ. ഇനി ഇത് നമുക്ക് നമുക്ക് പോർഷൻസ് ആക്കിയിട്ട് ചപ്പാത്തിക്ക് പരത്തുമ്പോൾ തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ കുറച്ച് ആദ്യം ഒന്ന് ജസ്റ്റ് നമ്മൾ ആ ഉരുളകളാക്കിയിട്ട് അതൊന്ന് സോഫ്റ്റ് ആക്കണം. എങ്കിലേ നമുക്കൊരു ആദ്യം തന്നെ ഒരു പരത്താൻ വേണ്ടിയിട്ട് ഒരു സുഖം ഉണ്ടാവും. കാരണം ഫ്രിഡ്ജിൽ വെച്ച് എന്തായാലും നമ്മൾ ഹാർഡാവുമല്ലോ, പക്ഷെ അത് പരത്തിയാകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. അപ്പോൾ പരത്താൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ പോലെ മൈദപ്പൊടി, ഗോതമ്പ് പൊടിക്ക് മൈദപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം മൈദപ്പൊടിയാകുമ്പോൾ പരത്താൻ നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് പരത്തി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുമ്പോൾ തന്നെ ഓരോന്നും പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് അതുപോലെ പരത്തിയെടുത്ത് ഇനി ഒന്നുകൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് റാക്കിലേക്ക് ഞാൻ പൊടി തൂവി കൊടുത്തിട്ട് മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് നമ്മൾ ഓരോ ചപ്പാത്തി എന്ന് തന്നെ പറയാം, ഓരോ ചപ്പാത്തി എടുത്തിട്ട് നമുക്കിതുപോലെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കുക. പിന്നെ വീണ്ടും റിപ്പീറ്റായിട്ട് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിപ്പോൾ 6 എണ്ണം കിട്ടിയിട്ടുള്ളത്, 6 എണ്ണം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കത് ലാസ്റ്റ് ഇത് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ആ ലെയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മൈദപ്പൊടി ആക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം. ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ഞാൻ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ നന്നായിട്ട് എത്രത്തോളം നമുക്ക് പരത്താൻ പറ്റുമോ അത്രത്തോളം പരത്തിയെടുക്കാം. അത്രയും കനം കുറച്ചിട്ട് നമുക്ക് പരത്താൻ പറ്റും, അത്രയും കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. പരമാവധി സ്ക്വയർ ഷേപ്പിൽ, അതായത് റെക്റ്റാങ്കുലർ ഷേപ്പിൽ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എൻ്റെ അതേപോലെ ആവാത്തതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ വീണ്ടും പോർഷൻസ് ആക്കുകയാണേ. ഞാൻ ഈ കാണിക്കുന്നത് പോലെ മുറിച്ചെടുക്കുകയാണ്. ആ പുതിനയുടെ ഇത് കണ്ടോ, നമ്മൾ പരത്തിയപ്പോൾ ആ പുറത്തേക്ക് വന്നിട്ടുള്ളത്, അതാണ് അതിൻ്റെ ഒരു ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ കറി ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് കടിച്ച് തിന്നാൻ പറ്റുന്നൊരു ടൈപ്പാണ്. നിങ്ങൾ വിചാരിക്കും ഇത് ചപ്പാത്തിയല്ലേന്ന്. ചപ്പാത്തിയല്ല, അതിൻ്റെ ഒരു വേറൊരു മോഡൽ എന്ന് പറയാം. പക്ഷേങ്കിൽ ടേസ്റ്റും കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ കാണിക്കുന്നത് പോലെ മടക്കിയെടുക്കാം. അപ്പോൾ
അപ്പം ഞാൻ എല്ലാം അതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പം മുഴുവനായിട്ട് ഇത് പരത്തിയെടുക്കുന്നില്ല, ആവശ്യത്തിന് 2 മാത്രമേ ഇപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് 2 മാത്രമേ പരത്തിയെടുക്കുന്നുള്ളൂ. ബാക്കി ഇതുപോലെ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നർ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ പരത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ പതുക്കെ നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് നമ്മളെ ഫോഴ്സ് മൊത്തം ബലം മൊത്തം അതിൻ്റെ അകത്തേക്ക് ഉപയോഗിക്കാട്ട് മെല്ലെ പരത്തിയെടുക്കാം. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇത് മടക്ക് ചപ്പാത്തിയുടെ നിന്ന്, മടക്ക് ചപ്പാത്തി ആണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറയാം. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ലെയറൊക്കെ ആയിട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയാം. നമുക്ക് ഇതേ സംഭവം മൈദപ്പൊടി വെച്ച് ചെയ്താൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും, നമുക്ക് കറക്റ്റ് പൊറോട്ട പോലെ ആയിരിക്കും. പക്ഷേങ്കിൽ ഇത് അത്ര എന്താ പറയുക മൈദപ്പൊടി പോലെയല്ല, ഗോതമ്പ് പൊടിയായതുകൊണ്ട് വേറൊരു ടെക്സ്ചർ. നമ്മൾ ഗോതമ്പ് പൊറോട്ടയില്ലേ അതിൻ്റെ അതേ ഒരു ടേസ്റ്റ്, പക്ഷേ കുറച്ച് പുതിനയിലയുടെയൊക്കെ ഒരു ടേസ്റ്റും വരുന്നുണ്ട്. അപ്പം ഞാൻ തവ അടുപ്പത്ത് വെച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ആക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് ബട്ടർ വേണേൽ അതും ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഓരോ പരത്തി വെച്ചിരിക്കുന്നതും എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ തീ ഒരുപാട് കൂട്ടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു സൈഡ് ആയതിനു ശേഷം ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ അപ്പുറത്തെ സൈഡും ഒന്നുകൂടെ എന്താ പറയുക, അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കണ്ട ആ വെന്ത് വരുമ്പോൾ ആ ലെയർ വിട്ടിട്ട് വരുന്നത് കണ്ട. അപ്പം നമ്മൾ ശരിക്കും ഇത് നമുക്ക് ആയിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ കുറച്ച് എന്താ പറയുക നമ്മുടെ പുതിനയെല്ലാം ഒന്നും കൂടെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ എന്താ പറയുക നമ്മുടെ മടക്ക് ചപ്പാത്തി എന്ന് പറയാം, അല്ലെങ്കിൽ മടക്ക് പൊറോട്ട എന്ന് പറയാം. അപ്പം നമുക്കിത് റെഡിയായി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം ലെയറൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല ഇതാണ്ട് ഉള്ളിലൊക്കെ നല്ല ലെയറെല്ലാം ഫോം ചെയ്തിട്ടുണ്ട്. മടക്ക് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പൊറോട്ടയൊക്കെ ഒന്ന് പരത്താൻ വയ്യെങ്കിൽ ഇതുപോലെ ആക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്യാൻ മറക്കണ്ട. കൂടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.